ഒരു രാജ്യത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈന്യമാണ്. എന്നാൽ ആ സൈന്യത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള, ആർക്കും പണയം വെക്കാത്ത ആത്മവീര്യമുള്ള ഒരു ഭരണാധികാരിയാണ്. ലോകത്തിന്റെ ഭൂപടത്തിലേക്ക് നോക്കൂ. ഒരു വശത്ത് കണ്ണ് ചുവപ്പിച്ച് നിൽക്കുന്ന ഡ്രാഗൺ രാജ്യം ചൈന, മറുവശത്ത് ഭീകരവാദത്തെ പുലുകി ജീവിക്കുന്ന പാകിസ്ഥാൻ. ഈ രണ്ട് ശത്രു രാജ്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഭാരതത്തെ ഒരു കാലത്ത് ലോകം നോക്കിക്കണ്ടത് സഹതാപത്തോടെ മാത്രമായിരുന്നു. അതിർത്തികളിൽ നമ്മുടെ സൈനികർ വീരമൃത്യു വരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പരാതി പറയുന്ന, യുദ്ധമുണ്ടായാൽ വെടിയുണ്ടകൾക്കായി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇരക്കുന്ന ഒരു പഴയ ഇന്ത്യ നമുക്കുണ്ടായിരുന്നു. ഇന്ന് 2026 കഥ മാറി സുഹൃത്തുക്കളെ. ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത്രമേൽ നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ, അവർ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കൃത്യമായ കാരണങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. ഇത് വെറുമൊരു രാഷ്ട്രീയമല്ല, ഇത് മാറിയ ഭാരതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നരേന്ദ്രമോദി എന്ന ഒരൊറ്റ നേതാവിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾ പോലും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുകയാണ്. ഒരൊറ്റ തീരുമാനത്തിലൂടെ അതിർത്തിയിലെ സുരക്ഷാ സമവാക്യങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ കഴിയുക എന്ന് മോദി സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്തുണ്ടായ വമ്പൻ വിപ്ലവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകളും സ്വന്തമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങളും കപ്പലുകളുമായി ഇന്ത്യ നടത്തിയ ആ ജൈത്രയാത്ര. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയെല്ലാമാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ മാറ്റിയെടുത്തത്? വളരെ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലേക്ക് അല്പം പിന്നോട്ട് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ എന്ന വമ്പൻ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടെ ചിലർ കൈകൊട്ടി ചിരിച്ചു, പരിഹസിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി അധിക്ഷേപിച്ചു. ഇന്ത്യയിൽ സിംഹത്തിന്റെ ലോഗോ അല്ലാതെ ഒരു സൂചി പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവർ ഇന്ന് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ആ പരിഹാസങ്ങൾക്കെല്ലാം കാലം കാത്തുവെച്ച ഏറ്റവും മാരകമായ മറുപടിയാണ് ഇന്ന് മോദി സർക്കാർ നൽകിയിരിക്കുന്നത്. ഒരു കാലത്ത് പ്രതിരോധ ഇടപാടുകൾ എന്ന് കേട്ടാൽ നമ്മുടെ ഓർമ്മയിൽ വന്നിരുന്നത് വമ്പൻ അഴിമതികളും കമ്മീഷൻ കഥകളുമായിരുന്നു. ആയുധങ്ങൾ വാങ്ങാൻ വർഷങ്ങളോളം ഫയലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്നു. നമ്മുടെ സൈന്യത്തിന് ആവശ്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ ആധുനിക തോക്കുകളോ നൽകാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മോദി ഭരണം 12 വർഷം പിന്നിടുമ്പോൾ പരിഹസിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന യാചകനല്ല, മറിച്ച് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്ന വൻ ശക്തിയാണ്. ഓരോ ദിവസവും മിസൈൽ രംഗത്തും വ്യോമയാന രംഗത്തും പുതിയ പുതിയ സംവിധാനങ്ങളാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ പോകുന്നത്. ആത്മനിർഭർ ഭാരത് എന്നാൽ എന്താണെന്ന് മോദി തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. ഈ പ്രതിരോധ വിപ്ലവത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണ വീര്യത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ആ വാർത്ത എന്താണെന്നറിയാമോ? ഇന്ത്യൻ സേനയുടെ കൈകളിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് നെഗേവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ ഇനി കൂടുതൽ വിനാശകരമാകാൻ പോവുകയാണ്. യുദ്ധഭൂമിയെ ഇരയെ കൃത്യമായി പൂട്ടാൻ സഹായിക്കുന്ന ഇസ്രായേലിന്റെ അത്യാധുനിക ടെലിസ്കോപ്പിക് സെറ്റുകൾ ഈ തോക്കുകളിൽ ഘടിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. ഇസ്രായേലി പ്രതിരോധ സാങ്കേതിക സ്ഥാപനമായ മെപ്രോലൈറ്റ് വികസിപ്പിച്ച മെപ്രോ X6 എന്ന ടെലിസ്കോപ്പിക് സെറ്റാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ലളിതമായി പറഞ്ഞു തരാം. ലഡാക്കിലെ -डिग्री തണുപ്പിലും രാജസ്ഥാനിലെ കത്തുന്ന മരുഭൂമിയിലും ഇന്ത്യൻ സൈന്യം ഈ സെറ്റ് കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. എല്ലാത്തിലും 100% കൃത്യതയോടെയാണ് ഇത് വിജയിച്ചത്. റേഞ്ച് സ്കെയിലും റെറ്റിക്കളും നെഗവ് തോക്കുകൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത സംവിധാനമാണിത്. കഠിനമായ പുകയോ മഞ്ഞോ പ്രതികൂല കാലാവസ്ഥയോ ആണെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനം എത്ര അകലെയാണെങ്കിലും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ശത്രുവിനെ സ്പോട്ട് ചെയ്യാൻ ഈ സൈനികരെ സഹായിക്കും. വിതരണ പദ്ധതി നോക്കാം. ആദ്യഘട്ടത്തിൽ 15,000-ലധികം മെപ്രോ X6 യൂണിറ്റുകളാണ് ഇന്ത്യൻ സൈന്യത്തിൽ ലഭിക്കുക. 2026-ലും 2027-ലുമായി ഇതിന്റെ വിതരണം പൂർത്തിയാകും. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ കഴിവും ബുദ്ധിയും കാണേണ്ടത്. പഴയ സർക്കാരുകളെ പോലെ വിദേശത്ത് പോയി സാധനം വാങ്ങി കാശും കൊടുത്ത് പോരുകയല്ല മോദി ചെയ്യുന്നത്. ഈ കരാറിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ്. ഇസ്രായേലി കമ്പനിയായ മെപ്രോലൈറ്റ് ഇന്ത്യയിലെ RR
DRP ഡിഫൻസ് എന്ന കമ്പനിയുമായി പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അതായത് ഈ ആധുനിക ടെലിസ്കോപ്പിക് സെറ്റുകൾ ഇനി വിദേശത്ത് നിന്നല്ല വരുന്നത്, മറിച്ച് നമ്മുടെ മുംബൈയിൽ വെച്ച് നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയർമാർ തന്നെ നിർമ്മിക്കും. എന്നിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വഴി ഇത് ഇന്ത്യൻ സൈന്യത്തിന് വിതരണം ചെയ്യും. ആലോചിച്ചു നോക്കൂ, ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് രൂപകൽപ്പന ചെയ്ത നെഗവ് തോക്കുകൾ ഇപ്പോൾ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 50% തദ്ദേശീയ ഘടകങ്ങളുടെ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ തോക്കിന്റെ കണ്ണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന സ്വയം പര്യാപ്തത. സുഹൃത്തുക്കളെ, ഈ പുതിയ നീക്കം അതിർത്തിയിലെ സുരക്ഷാ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ അയൽക്കാരായ ചൈനയും പാകിസ്ഥാനും എപ്പോഴും അതിർത്തികളിൽ യുദ്ധം നടത്താൻ നോക്കുന്നവരാണ്. മലനിരകളിലും ബങ്കറുകളിലും ഒളിച്ചിരുന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഒളിയമ്പെയ്യുന്നതാണ് പാക് ഭീകരരുടെയും ചൈനീസ് സൈന്യത്തിന്റെയും രീതി. എന്നാൽ ഇനി കളി മാറും. ഈ പുതിയ ഒപ്റ്റിക്കൽ സെറ്റുകൾ വരുന്നതോടെ ഇന്ത്യൻ സൈനികർക്ക് കിലോമീറ്ററുകൾ ദൂരെ ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ തല കൃത്യമായി സ്പോട്ട് ചെയ്യാം. ഒരൊറ്റ ട്രിഗർ പ്രസ്സിൽ ശത്രു തീരും. ഭാരതത്തിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും തൊടാൻ ആരും ധൈര്യപ്പെടാത്ത രീതിയിലുള്ള മാരക പ്രഹരശേഷിയാണ് മോദി സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും ഇന്ന് ഇന്ത്യയുടെ പേര് കേട്ടാൽ ഭയപ്പെടുന്നത്. മോദി എന്ന നേതാവിന്റെ ഈ ദീർഘവീക്ഷണത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ലോക നേതാക്കൾ പ്രശംസിക്കുന്നത് വെറുതെയല്ല. പുടിൻ മുതൽ നെതന്യാഹു വരെയുള്ള ആഗോള നേതാക്കൾക്ക് അറിയാം, ഇന്നത്തെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. സ്വന്തം അതിർത്തി രക്ഷിക്കാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത, സ്വന്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആത്മാഭിമാനമുള്ള പുതിയ ഇന്ത്യയാണിത്. കഴിഞ്ഞ 12 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം. ഇത് വെറും ഒരു ടെലിസ്കോപ്പിക് സെറ്റ് വാങ്ങൽ മാത്രമല്ല, അതിർത്തികളിലെ യുദ്ധസജ്ജത വർദ്ധിപ്പിക്കാനും കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യങ്ങളെ നേരിടാനും അതോടൊപ്പം അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. മേക്ക് ഇൻ ഇന്ത്യയും ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കൂടുതൽ ശക്തമാകുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ നീക്കം. തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കാത്ത ഭരണ നേതൃത്വവും ഏത് പ്രതികൂല സാഹചര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവീര്യം കാണിക്കുന്ന സൈന്യവും ഒത്തുചേരുമ്പോൾ അതിർത്തികളിൽ ഉണ്ടാകുന്നത് സമാനതകളില്ലാത്ത സുരക്ഷാ കോട്ടയാണ്. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനു മുന്നിൽ ഇനി യാതൊരുവിധ പ്രതിരോധ ബലഹീനതകളും ഭാരതത്തിനുണ്ടാകില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ പുതിയ കരാറുകൾ ശത്രുപാളയങ്ങൾക്ക് നൽകുന്നത്. പൂർണ്ണമായ ദേശീയവൽക്കരണത്തിലൂടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ചുവടുവെക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും 140 കോടി ജനങ്ങളുടെ സുരക്ഷിതത്വത്തെയുമാണ് കൂടുതൽ ശക്തമാക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപാദനത്തിന്റെ ഒരു പുതിയ ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ലോകരാഷ്ട്രങ്ങളും ഇന്ന് അംഗീകരിക്കുകയാണ്. വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ വരും തലമുറകൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ഭാരതമാണ് ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുന്നത്. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യ ഇനി ഒരു ഉപഭോക്താവ് മാത്രമല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ പോകുന്ന ഒരു നിർമ്മാതാവ് കൂടിയാണെന്ന് ഈ ചരിത്രപരമായ മാറ്റങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി ഒളിയമ്പുകളില്ല. ഒളിച്ചിരുന്ന് കളിക്കുന്ന ശത്രുവിന്റെ കളി ഭാരതത്തിന്റെ മണ്ണിൽ നടപ്പില്ല. ശത്രുപാളയങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടി സ്വന്തം കരുത്തിൽ വിശ്വസിച്ച് മുന്നേറുന്ന പുതിയ ഇന്ത്യയാണിത്. വാക്കുകളിലല്ല, ആയുധങ്ങളുടെ മൂർച്ചയിലാണ് ഈ ഭാരതത്തിന്റെ മറുപടി. പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ തളരാതെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിനോട് നമുക്ക് നന്ദി പറയാം. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ പുതിയ കുതിച്ചുചാട്ടത്തെക്കുറിച്ച്, നമ്മുടെ സൈനികരുടെ ഈ മാസ് എൻട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.